നമസ്കാരം. 10 വർഷത്തിലധികം പഴക്കമുള്ള തങ്ങളുടെ ഒരു വലിയ യാത്രാ വ്യാപാര പദ്ധതിക്ക് ചൈന വീണ്ടും ജീവൻ നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇത്തവണ ഇന്ത്യയെ ഈ പദ്ധതിയിൽ നിന്ന് ചൈന പൂർണ്ണമായും വെട്ടിമാറ്റി. ചൈന മ്യാൻമാർ ബംഗ്ലാദേശ് സാമ്പത്തിക ഇടനാഴി എന്നാണ് ഈ പുതിയ പദ്ധതിയുടെ പേര്. ഇതിലൂടെ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒരു പുതിയ വഴി കണ്ടെത്താനാണ് ചൈന ശ്രമിക്കുന്നത്. എന്നാൽ ഈ വഴി കടന്നു പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര യുദ്ധം നടക്കുന്ന ഒരു പ്രദേശത്തിലൂടെയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ജൂൺ 22-ന് ചൈനയിലേക്ക് നടത്തിയ 4 ദിവസത്തെ സന്ദർശനത്തിനിടയിലാണ് ഈ ചൈന മ്യാൻമാർ ബംഗ്ലാദേശ് സാമ്പത്തിക ഇടനാഴിയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായത്. ബീജിംഗിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിൾസിൽ വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി താരിഖ് റഹ്മാൻ കൂടിക്കാഴ്ച നടത്തി. ഈ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഈ പദ്ധതി വേഗത്തിലാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഏകദേശം 15 വർഷം മുമ്പ് ഞങ്ങൾ ബംഗ്ലാദേശ്, ചൈന, ഇന്ത്യ, മ്യാൻമാർ എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിച്ച് ഒരു സാമ്പത്തിക ഇടനാഴി നിർദ്ദേശിച്ചിരുന്നു. അതിൽ കുറച്ച് പുരോഗതിയും ഉണ്ടായതാണ്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ചൈന പ്രതീക്ഷിച്ച ഫലം അതിൽ നിന്ന് കിട്ടിയില്ല എന്ന് ബംഗ്ലാദേശിലെ ചൈനീസ് അംബാസിഡർ യാവു വെൻ വ്യാഴാഴ്ച പറഞ്ഞു. ഈ പുതിയ പദ്ധതിയിൽ ഇന്ത്യക്ക് ചേരാൻ കഴിയുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ താല്പര്യമുള്ള മറ്റ് രാജ്യങ്ങൾക്കായി ഈ പദ്ധതി തുറന്നിട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം മറുപടി നൽകി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും സാമ്പത്തിക സഹകരണവും മാത്രമാണ് ഈ പദ്ധതിയുടെ ഏക ലക്ഷ്യമെന്നും അംബാസിഡർ വ്യക്തമാക്കി. ഈ നിർദ്ദിഷ്ട പാത ചൈനയിലെ യുനാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ കുൻമിംഗിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് മ്യാൻമറിലെ മണ്ടാലെ എന്ന സ്ഥലത്തേക്ക് ഈ പാത നീളും. മണ്ടാലയിൽ എത്തുമ്പോൾ ഈ വഴി രണ്ടായി പിരിയുന്നു. അതിലൊന്ന് മ്യാൻമറിന്റെ തലസ്ഥാനമായിരുന്ന യാങ്കൂണിലേക്കും രണ്ടാമത്തേത് അവിടുത്തെ രഖൈൻ സംസ്ഥാനത്തുള്ള ക്യൂക്പ്യൂ ആഴക്കടൽ തുറമുഖത്തേക്കുമാണ് പോകുന്നത്. ഈ രഖൈൻ പ്രദേശം വഴി ബംഗ്ലാദേശിലേക്ക് പാത നീട്ടാനാണ് ചൈനയുടെ ആഗ്രഹം. അവിടെ നിന്ന് ബംഗ്ലാദേശിലെ ചട്ടോഗ്രാമും കോക്സ് ബസാറുമായി ഇതിനെ ബന്ധിപ്പിക്കും. ഇത് യാഥാർത്ഥ്യമായാൽ ബംഗാൾ ഉൾക്കടലിലെ ചട്ടോഗ്രാം, മോംഗ്ല തുറമുഖങ്ങളിലേക്ക് ചൈനയ്ക്ക് നേരിട്ട് റോഡ് മാർഗം വരാൻ സാധിക്കും. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാൻ വഴി ചൈന-പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി നിർമ്മിച്ച് ചൈന നേരത്തെ തന്നെ അറബിക്കടലിലേക്ക് വഴി കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി ലക്ഷ്യമിട്ട് ചൈന പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നത്. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്ന കശ്മീരിന്റെ ഭാഗമായ ഗിൽഗിത് ബാൾട്ടിസ്ഥാനിലൂടെ കടന്നു പോകുന്നതിനാലാണ് പാകിസ്ഥാനിലെ ചൈനീസ് ഇടനാഴിയെ ഇന്ത്യ ശക്തമായി എതിർക്കുന്നത്. ഇപ്പോൾ ചൈന കൊണ്ടുവന്ന CMBC എന്ന ഈ പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച പഴയൊരു വലിയ പദ്ധതിയുടെ പുതിയ രൂപമാണ്. 1990-കളിൽ കുൻമിംഗിൽ നിന്ന് മ്യാൻമറിലെ മണ്ടാലയും ബംഗ്ലാദേശിലെ ധാക്കയും വഴി ഇന്ത്യയിലെ കൊൽക്കത്തയെ ബന്ധിപ്പിക്കുന്നതിനായി ബംഗ്ലാദേശ്, ചൈന, ഇന്ത്യ, മ്യാൻമാർ എന്നൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. എന്നാൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതികളോട് ഇന്ത്യക്കുള്ള കടുത്ത വിയോജിപ്പും ഇന്ത്യ-ചൈന ബന്ധത്തിലുണ്ടായ വിള്ളലുകളും കാരണം ഈ പഴയ പദ്ധതി മുന്നോട്ട് പോയില്ല. ഒടുവിൽ 2019-ഓടെ ചൈനയുടെ ഔദ്യോഗിക പദ്ധതികളുടെ പട്ടികയിൽ നിന്ന് ഇത് പൂർണ്ണമായും ഒഴിവാക്കപ്പെടുകയായിരുന്നു. ചൈനയിലെ കുൻമിംഗിൽ നിന്ന് മ്യാൻമർ തീരം വരെ ഏകദേശം 1700 കിലോമീറ്റർ നീളമുള്ളതാണ് ഈ പാത. എന്നാൽ ഈ പാതയുടെ പ്രധാന ഭാഗം കടന്നു പോകുന്നത് മ്യാൻമറിലെ രഖൈൻ സംസ്ഥാനത്തിലൂടെയാണ്. നിലവിൽ മ്യാൻമറിൽ നടക്കുന്ന കടുത്ത ആഭ്യന്തര യുദ്ധത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ഈ രഖൈൻ പ്രദേശം. 2026-ൽ UN രക്ഷാസമിതി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം മ്യാൻമറിലെ ഔദ്യോഗിക സൈനിക ഭരണകൂടത്തിന് ഇപ്പോൾ രാജ്യത്തിന്റെ 5-1 ഭാഗത്ത് മാത്രമേ നിയന്ത്രണമുള്ളൂ. രാജ്യത്തിന്റെ 42% ഭാഗം അവിടുത്തെ വിമത സൈന്യവും വംശീയ സായുധ ഗ്രൂപ്പുകളുമാണ് ഭരിക്കുന്നത്. ബാക്കി സ്ഥലങ്ങളിൽ കടുത്ത യുദ്ധം നടക്കുകയാണ്. ഈ വഴിയിലൂടെ മണ്ടാലെ ക്യൂക്പ്യൂ റെയിൽവേ നിർമ്മിക്കാൻ 2021-ൽ ചൈനയും മ്യാൻമറും കരാർ ഒപ്പിട്ടിരുന്നെങ്കിലും യുദ്ധം കാരണം ഇതുവരെ പണി തുടങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഈ പദ്ധതിയെക്കുറിച്ച് ബംഗ്ലാദേശ് ഇപ്പോൾ പഠിച്ചു വരികയാണെന്നും ഇതിൽ ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ ജൂൺ 27-ന് വ്യക്തമാക്കി. മ്യാൻമർ വഴി ബംഗ്ലാദേശിലേക്ക് റോഡ് വരണമെങ്കിൽ ആദ്യം മ്യാൻമറിലെ രഖൈൻ പ്രവിശ്യയിൽ സമാധാനം തിരിച്ചു വരണമെന്നും അദ്ദേഹം നിബന്ധന വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വഴി തുറക്കാനുള്ള ചൈനയുടെ തന്ത്രപരമായ നീക്കമാണിത്. പടിഞ്ഞാറ് പാകിസ്ഥാൻ വഴി അറബിക്കടലിലേക്ക് പോകുന്നത് പോലെ കിഴക്ക് ബംഗ്ലാദേശ് വഴി ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തുകയാണ് ചൈനയുടെ ലക്ഷ്യം. ദിവസങ്ങൾക്ക് മുമ്പാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും ചേർന്ന് പാകിസ്ഥാനിലെ സാമ്പത്തിക ഇടനാഴി കൂടുതൽ വികസിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് കിഴക്കൻ തീരത്തെ ചൈനയുടെ ഈ പുതിയ നീക്കം. ഇന്ത്യയുടെ സ്വാധീനമുള്ള 2 കടൽ തീരങ്ങളിലും ഒരേ സമയം പിടിമുറുക്കാനാണ് ചൈന ഇതിലൂടെ ശ്രമിക്കുന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ ഈ ചൈനീസ് സന്ദർശനത്തിനിടയിൽ മറ്റു ചില പ്രധാന കരാറുകളും ഒപ്പുവെച്ചിട്ടുണ്ട്. തീസ്ത നദീ സംരക്ഷണം, പ്രളയ നിയന്ത്രണം, ജലസേചനം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പരിസ്ഥിതി സൗഹൃദ സാമ്പത്തികം എന്നീ മേഖലകളിലെ സഹകരണത്തിനാണ് കരാറുകൾ. ഇതോടൊപ്പം തങ്ങളെപ്പോഴും വൺ ചൈന നയത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ബംഗ്ലാദേശ് വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്.